ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് തന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്രയാണ് റോ മെറ്റീരിയൽ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ എന്നുള്ളതാണ് പറഞ്ഞത്. 31/3/2026 എന്ന് പറയുന്ന കാലയളവിൽ, അതായത് ഏപ്രിൽ 1 2025 മുതൽ അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലത്ത് നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്ന ഡീറ്റെയിൽസ്, ഒന്ന് മെറ്റീരിയൽ എത്ര നമ്മൾ ആദ്യമായി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതുണ്ട്, 2,45,000. ഇനി അത് വാങ്ങിയതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു ഉണ്ടായിരുന്ന മെറ്റീരിയൽസ്, 80,000. അതിനുവേണ്ടി വന്ന ചിലവ് 8,000 ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്കത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2,000 ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വിറ്റപ്പം അതിൽ നിന്ന് പൈസ കിട്ടിയത് 10,000 ആണ്. പിന്നെ GST ഉണ്ട്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിൻ്റെ മുകളിൽ GST അടച്ചിട്ടുണ്ട് 17,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് എത്രയാണെന്ന് അറിയാൻ സാധിക്കാറുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയായിരുന്നു മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള മെറ്റീരിയൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 80,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 80,000 ആദ്യം എഴുതി. അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മെറ്റീരിയൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്? 2,45,000 വാങ്ങിയിരിക്കുന്നത്. അത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്, 8,000 രൂപ. ഇനി ആ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് GST അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്, അത് 17,000 രൂപയാണ്. അപ്പോൾ മൊത്തം നമുക്ക് മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്? 3,50,000 രൂപയാണ് നമ്മുടെ മൊത്തം മെറ്റീരിയലിന് വേണ്ടി വന്നത്. അതിൽ ആ വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 2,000 രൂപയുള്ളൂ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ക്ലോസിങ്ങിലുള്ള സമയത്തുള്ള സ്റ്റോക്ക് 2,000-ഉം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വിറ്റപ്പോൾ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അത് 10,000-ആണ്. അങ്ങനെ ടോട്ടൽ 12,000 ആണുള്ളത്. അപ്പോൾ 3,50,000 ഉള്ളതിൽ നിന്ന് ഈ 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് അത്രയും നമ്മൾ എന്ത് ചെയ്തതാണ്? മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ടോട്ടൽ മെറ്റീരിയലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും വർഷം അവസാനം എന്ത് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ 3,50,000 ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനി ആകെ 12,000 ഉള്ളൂ ബാലൻസ് എങ്കിൽ നമുക്കപ്പോൾ എന്താ 3,38,000 നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ഇലിസ്ട്രേഷൻ പറയുന്നുണ്ട്, ഫാക്ടറി പ്രൊഡ്യൂസസ് 100 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തുവിൻ്റെ 100 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 94,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജ് 30,000, എക്സ്പെൻസ് 15,000. അപ്പോൾ ഇത് മൂന്നും ഡയറക്റ്റ് ആണ്. പിന്നെ ഫാക്ടറിയുടെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 70%. അതായത് വേജ് എത്രയാണോ ഉള്ളത് അതിൻ്റെ 70% പറയുന്നുണ്ട്. ഓഫീസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് വർക്ക് കോസ്റ്റിൻ്റെ 25% ആണ്. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ. ഫാക്ടറി കോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യണം? ഇത് മൂന്നും കൂടി ആഡ് ചെയ്താലാണ് പ്രൈം കോസ്റ്റ് ഉണ്ടാവുന്നത്. പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടറി കോസ്റ്റ് ഉണ്ടാവുന്നത്. ആ കിട്ടുന്ന ഫാക്ടറി കോസ്റ്റിൻ്റെ 25% ആണ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് എന്താണോ അതിൻ്റെ 20% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളോട് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളോട് പ്രൈസ് എത്ര രൂപയാണ് ഒരു യൂണിറ്റിന് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന ഐറ്റം എന്താ? ഡയറക്റ്റ് മെറ്റീരിയലാണ്. പിന്നെ അതിന് ശേഷം ഡയറക്റ്റ് ലേബർ എഴുതും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എഴുതുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസും കൂടി എഴുതി കഴിഞ്ഞാൽ അവ മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് എന്ത് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. 1,39,000 മൂന്നും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം എന്താ? ഫാക്ടറിയുടെ ഓവർ ഹെഡ് ആണ്. പക്ഷേ ഫാക്ടറിയുടെ ഓവർ ഹെഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വേജസിൻ്റെ 70% എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് 30,000 ആണ്. ആ 30,000-ൻ്റെ 70% പറയുമ്പോൾ വേജസ് 30,000 ആണ്. 30,000-ൻ്റെ 70% അതാണ് 21,000 ആയിട്ട് വരുന്നത്. അപ്പോൾ 30,000-ൻ്റെ 70% 21,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 21,000 കൂട്ടുമ്പോൾ 1,60,000 വരുന്നത്. അപ്പോൾ അതോടുകൂടി നമുക്ക് അവിടെ വർക്ക്സ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഫാക്ടറി കോസ്റ്റ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓഫീസ് ഓവർ ഹെഡ് ആണ്. ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാലോ
വർക്ക് കോസ്റ്റ് എത്രയാണോ കിട്ടിയത് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണോ രണ്ടും സെയിം തന്നെയാണ്, അതിൻ്റെ 25% എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് ഓൾറെഡി എത്ര കിട്ടിയിട്ടുണ്ട്? വർക്ക് കോസ്റ്റ് 1,60,000 കിട്ടിയിട്ടുണ്ട്. ആ 1,60,000 25% നോക്കുക. അതായത് ഇതിൻ്റെ 25%, 1,60,60,000 25% എത്രയാണ്? 40,000 വരുന്നത്. അപ്പോൾ ആ 1,60,000 40,000 ആഡ് ചെയ്യുമ്പോൾ 2,00,000 കിട്ടി. ഇപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2,00,000 സെയിൽസ് എന്ന് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത്, നമുക്ക് 2,00,000 സെയിൽസ് നടക്കുമ്പോൾ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇവിടെ പറയുന്നുണ്ട് 20%. സെയിൽസിൻ്റെ 20%ആണ് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2,00,000 രൂപയാണെങ്കിൽ അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും 20%, സെയിൽസിൻ്റെ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോസ്റ്റിൻ്റെ 25% എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് വിൽക്കുമ്പോൾ കിട്ടേണ്ടതാണ് സെയിൽസ്. ആ സെയിൽസിൻ്റെ 20% പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ അത് 25% ആയിരിക്കും. എപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരിക. അതുകൊണ്ട് കോസ്റ്റിൻ്റെ 25% നമ്മളിവിടെ കാണുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 2,00,000 എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ 25% പറയുമ്പോൾ 50,000 വരും. ആ 50,000 നമ്മൾ ഇതിനോട് കൂടിയിട്ട് പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 2,50,000 സെയിൽസ് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൈസ് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഫിക്സഡ് പ്രൈസ് എത്രയാണ് ഒരു യൂണിറ്റിന് നമ്മൾ കണക്കാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആകെ നമുക്ക് വരുന്ന പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2,50,000 ആകെ സെയിൽസ് വരുന്നത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് 100 യൂണിറ്റ് ആണ് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ 2,50,000 ബൈ 100 യൂണിറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് ഈടാക്കേണ്ട പൈസ എന്ന് പറയുന്നത് 2,500 ആണ്. ഇങ്ങനെയാണ് ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് ബൈ എത്ര യൂണിറ്റ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈക്വൽ ടു അത് ഒരു യൂണിറ്റിൻ്റെ പൈസയാണ്. ഇനി നെക്സ്റ്റ് ഒരു ഇലിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു എന്നുണ്ട്, ഡയറക്റ്റ് ലേബറും എക്സ്പെൻസും ഒക്കെ തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, അൺപ്രൊഡക്റ്റീവ് വേജസ്, സാലറി, സെയിൽസ്, ഇത്രയും ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തുടക്കം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അതിൽ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾറെഡി 32,000 തന്നിട്ടുണ്ട്. അതിനോട് കൂടി നമ്മൾ കുറച്ച് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും കൂടി ചെയ്യും. ആ 40,000 രൂപയ്ക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അപ്പോൾ 72,000 ഉണ്ട്. ആ പർച്ചേസ് ചെയ്തും കൂടി കൂട്ടിയതിന് ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ എത്ര മെറ്റീരിയൽ കയ്യിലുണ്ട് നോക്കുക. അപ്പോൾ ക്ലോസിങ് മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? 30,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ 42,000 ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കുക, പിന്നെ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു നോക്കുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്നതിനാണ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ അത്രയും നമ്മൾ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു എന്നാണ് അർത്ഥം. 72,000 ഉണ്ടായിരുന്നു, അതിൽ 30,000 ഇപ്പോൾ കയ്യിലുള്ളൂ പറഞ്ഞാൽ 42 അവിടെ നമ്മൾ ചിലവായി പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അർത്ഥം വരുന്നത്. അപ്പോൾ 42,000 എഴുതി കിട്ടി. അതിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡയറക്റ്റ് ലേബറും എക്സ്പെൻസും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്കും അല്ലെങ്കിൽ മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ആഡ് ചെയ്തൂടെ എന്നുള്ളത്. പക്ഷേ നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. കാരണം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് ലേബറും എക്സ്പെൻസും ആഡ് ചെയ്യാം, പക്ഷെ ഒപ്പം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ആ മെറ്റീരിയലിൻ്റെ അളവ് എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമ്മൾ ചെയ്തത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എടുക്കുക, നമ്മൾ എത്ര അധികം പർച്ചേസ് ചെയ്ത് നോക്കുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കിട്ടും മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഡയറക്റ്റ് ലേബറും എക്സ്പെൻസും ഒക്കെ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് അവിടെ കിട്ടുന്നത്. ആ ഒരു പ്രൈം കോസ്റ്റോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഫാക്ടറിയുടെ ഓവർ ഹെഡാണ്. അത് ക്വസ്റ്റ്യന് പിന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5,000 രൂപയാണെന്നുള്ളത്. അത് ആഡ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു ഐറ്റം അൺപ്രൊഡക്റ്റീവ് വേജസ്. കാരണം വേജ് കൊടുക്കുന്ന എപ്പോഴും ഫാക്ടറിയുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടുക. അതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൈം കോസ്റ്റ് നമുക്ക് 67 കിട്ടിയിട്ടുണ്ട്. ആ കോസ്റ്റിനോട് കൂടിയിട്ട് ഫാക്ടറിയുടെ ഓവർ ഹെഡ് എത്രയാണെന്നുള്ളതും കൂട്ടി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വേജും കൂട്ടിയിട്ട് ഇവിടെയാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിനോട് കൂടിയിട്ട് നമ്മൾ ഓഫീസ് ഓവർ ഹെഡാണ് ആഡ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കിയതിന് ശേഷം അതിനോടുകൂടി സെല്ലിങ്ങിൻ്റെ ഓവർ ഹെഡ് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണെന്നുള്ളത് കിട്ടും. ആ കോസ്റ്റ് ഓഫ് സെയിൽസ് 84,000 ആണ് ഇവിടെ വരുന്നത്. അതിനോടുകൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. അതിനോടുകൂടി 16,000 പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്. കാരണം അത് എങ്ങനെ ആഡ് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോട്ടൽ സെയിൽസ് വരെ കണ്ടതിന് ശേഷം ഇവിടെ നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ട് സെയിൽസ് ഓൾറെഡി എത്രയാണ് 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് ഓവർ ഹെഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 84,000 ആണ് വരുന്നത്. ആ 84,000ഉം ഈ സെയിൽസ് ആയിട്ടുള്ള 1 lakhും തമ്മിൽ ഡിഫറൻസ് എടുത്താൽ ആ കിട്ടുന്ന ഡിഫറൻസ് ആണ് എന്ത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിങ്ങനെ ഐറ്റംസ് വന്നാൽ അലോക്കേഷൻ നടത്തേണ്ടത്. ഇനി നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ, അതുകൂടി ഒന്ന് പറയാം. അപ്പോൾ അതിൽ ഇല്ലസ്ട്രേഷൻ നോക്കുക. ഇവിടെ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട്. ലേബറിൻ്റെ ഓവർ ഹെഡ്, ബാക്കി ഇതെല്ലാം സെയിം തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. സെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതുമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഐറ്റം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ്സോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങോ ഒന്നും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് വിഷയമല്ല. അതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് റോ മെറ്റീരിയൽ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോ മെറ്റീരിയൽ വേണ്ട രീതിയിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ടാവാം. എന്നാൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു സ്റ്റേജിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്നതിന് ശേഷം നമ്മുടെ ആ റോ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് പിന്നെ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എങ്ങനെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം പ്രൈം കോസ്റ്റ് ആണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. പ്രൈം കോസ്റ്റിന് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബറും ഓവർ ഹെഡും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ ഐറ്റംസ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട വിധം ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നോക്കുക. 92,000 ഉണ്ടായിരുന്നു. അതിനോടുകൂടി നമ്മൾ കുറച്ചധികം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പർച്ചേസും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, 1,42,000 മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ നിന്ന് ആ വർഷം എൻഡ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ 28,600 നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 1,42 വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ 28,600 മെറ്റീരിയൽ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ അത്രയും അത് കൺസ്യൂം ചെയ്തതാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ കിട്ടിയതിനോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡയറക്റ്റ് ലേബറും അതേപോലെ തന്നെ ഡയറക്റ്റ് ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ അത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓവർ ഹെഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മാത്രമേ ഇവിടെ എടുക്കാനുള്ളൂ. അപ്പോൾ അവ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൈം കോസ്റ്റോട് കൂടി അടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഫാക്ടറിയുടെ ഓവർ ഹെഡ്. അത് പിന്നെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 9,800 തന്നിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുക, അതിൻ്റെ ക്ലോസിങ് മൈനസ് ചെയ്യുക. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ് ഓപ്പണിംഗ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 9,800 16,000 ആണ് വരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 16,000 ആണ് ആഡ് ചെയ്യേണ്ടത്. 16,000 ആഡ് ചെയ്യുമ്പോൾ 1,58,400 വരും. അതിൽ നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് എത്ര, 4,900 ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ 1,53,500. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി കോസ്റ്റോട് കൂടി ആഡ് ചെയ്യണത് എന്താ, ഓഫീസ് ഓവർ ഹെഡ് ആണ്. ഓഫീസ് ഓവർ ഹെഡ് 7,600 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സെല്ലിംഗ് ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അങ്ങനെ നമുക്കത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ സെയിൽസ് ക്വസ്റ്റ്യനിൽ നിന്ന് 3 lakh ആണ് സെയിൽസ് തന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വരേണ്ടതാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ സെയിൽസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന പേരിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 1,67,000 കാണിച്ചതിന് ശേഷം നമ്മുടെ സെയിൽസ് 3 ലക്ഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ട് ഈ 3 ലക്ഷം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്, പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി അത് നോക്കാം. അതിൽ
ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കിട്ടും. അതെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്ന കാര്യം കിട്ടും. അപ്പോൾ ഇവിടെയും ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ് പെർ യൂണിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ യൂസ് ചെയ്തതും വേജും എത്ര മണിക്കൂർ ആളുകൾ വർക്ക് ചെയ്തു, അതായത് ലേബറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര അവർ റേറ്റ്, എത്ര മെഷീൻ വർക്ക് ചെയ്യുന്നതിന് ഒരു അവറിന് എത്ര റേറ്റ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, യൂണിറ്റ് സോൾഡ്. അപ്പോൾ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 18,000 അതിൽ 10 രൂപ പ്രകാരം സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ തരുന്നത് വെച്ചാൽ അവിടെ സെയിൽസ് ആയിട്ട് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ 18,000 അപ്പോൾ 18,000 യൂണിറ്റ് 10 രൂപ പ്രകാരം കൊടുത്തു പറഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 18,000 ഇൻറ്റു 10 അതായത് 1,80,000 രൂപയുടെ സെയിൽസ് അവിടെ നടന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. 2 കോളംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നിനുമല്ല, അത് പെർ യൂണിറ്റിൻ്റെയും കൂടി ഒപ്പം കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ, റോ മെറ്റീരിയൽ എത്ര യൂസ് ചെയ്തു എന്നുള്ളത് എഴുതുക. 40,000 രൂപയുടെ റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40,000 രൂപയുടെ റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പം എത്രയാണ് യൂണിറ്റ് വരുന്നത്? 2 രൂപ പ്രകാരമാണ് അവിടെ വരുന്നത്. അപ്പോൾ പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് കണക്കാക്കണം. മെറ്റീരിയൽ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ആകെ നമുക്കുള്ളത് 40,000 രൂപയുടെ റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പം അത് യൂസ് ചെയ്ത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 40,000 ബൈ 20,000 ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റിൻ്റെ പെർ യൂണിറ്റിന് വരുന്ന റോ മെറ്റീരിയൽ എത്ര വരുന്നത്? 2 രൂപയുടെ റോ മെറ്റീരിയലാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ ഡയറക്റ്റ് വേജ് ഇവിടെ തന്നിട്ടുണ്ട്. 24,000 ആണ്. ആ 24,000 ഇതേമാതിരി തന്നെ ഒരു 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 24,000 ഡിവൈഡ് ബൈ 20,000 യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1.20 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതിൽ 1 രൂപ 20 പൈസ ഡയറക്റ്റ് വേജിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർ ഹെഡ് സെപ്പറേറ്റ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് മെറ്റീരിയലും പിന്നെ ഒന്ന് വേജുമാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈം കോസ്റ്റിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ പണിയെടുക്കുന്നതിന് എത്ര മണിക്കൂറാണ്? 9,500 മണിക്കൂറാണ്. ഇൻറ്റു ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് 4 രൂപയാണ്. അപ്പോൾ 9,500 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? അവിടെ 38,000 ആണ് അവിടെ കിട്ടുന്നത്. അതായത് 9,500 ആണ് നമുക്ക് വരുന്നത് മാൻ അവേഴ്സ് വർക്ക്ഡ് കൊടുക്കുന്നത്. ഇൻറ്റു അതിന് 4 രൂപ പ്രകാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 രൂപയാണ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 9,500 ഇൻറ്റു 4 38,000 വന്നു. അപ്പോൾ പ്രൈം കോസ്റ്റോട് കൂടിയിട്ട് ഫാക്ടറി ഓവർ ഹെഡിലെ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് കോസ്റ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുക. വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസ് ഓവർ ഹെഡാണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 20% ഓൺ വർക്ക് കോസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ വർക്ക് കോസ്റ്റിൻ്റെ 20% നമ്മളിവിടെ കാണേണ്ടത്. അതാണ് 20,400 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 20,000 ആണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും വർഷം അവസാനം വന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്നും കൂടി ഇവിടെ കാണിക്കുക. 2,000 ആണ്. അപ്പോൾ 20,000 ആണ് ടോട്ടൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ 2,000 ഇപ്പോഴും കയ്യിലുണ്ടെങ്കിൽ 18,000 ആണ് ഗുഡ്സ് നമ്മൾ സെല് ചെയ്ത് പോയിരിക്കുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അതിനോടുകൂടി നമ്മുടെ സെല്ലിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യാം. സെല്ലിംഗ് എക്സ്പെൻസ് 1 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പോൾ 18,000 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 18,000 തന്നെയാണ് വരുന്നത്. അപ്പോൾ 18,000 എഴുതി. അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രോഫിറ്റ് 18,000 രൂപ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. സെയിൽസ് എത്രയാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എത്രയാണ്? 18,000 ആണ് സെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൽ സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി 18,000 ആണെന്ന് പറഞ്ഞിട്ട് ഇൻറ്റു 1 രൂപ പ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് ഇവിടെ 18,000 എന്ന് വന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,10,160 ആണ്. അതിൽ നമുക്ക് സെല്ലിങ്ങിന് മാത്രം 18,000 പോയിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് അതും കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് ടോട്ടൽ 1,28,160 ആണ് വരുന്നത്. ഇനി ഇതും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഓൾറെഡി തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 1 രൂപയാണ് ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ 18,000 യൂണിറ്റാണ് സെല് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ 18,000 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1,80,000 രൂപയുടെ സെയിൽസ് അവിടെ നടന്നിട്ടുണ്ട്.
ആ സെയിൽസിൽ നിന്ന് നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻസേഴ്സും ക്വസ്റ്റ്യനുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ആകെ നമ്മൾ പഠിച്ചിരിക്കുന്ന മെയിനായിട്ട് കോസ്റ്റ് ഷീറ്റ് എന്താണെന്നുള്ളത് നിർബന്ധമായി പഠിച്ചു വയ്ക്കുക. പക്ഷേ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ വരും, എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ നോർമലി പഠിപ്പിച്ചിരിക്കുന്നത് കോസ്റ്റ് ഷീറ്റിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ വരണം അതിലെന്നുള്ളതും അതേപോലെ അതിനെ ബേസ് ചെയ്ത് വന്ന കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ്. ആ പ്രോബ്ലംസ് പക്ഷേ 5 പ്രോബ്ലം ചെയ്തു, 5ഉം 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടിയായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്